സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൈവം. അപ്പോസ്തലപ്രവൃത്തി 12:7 പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. പ്രിയ ദൈവമക്കളെ, ഈ വചനഭാഗത്ത് പത്രോസ് കാരാഗ്രഹത്തിൽ കൈകൾ കാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഒരു നിമിഷം കാരാഗ്രഹത്തിൽ താൻ അകപ്പെട്ട് കിടക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പത്രോസിനെ പിടിച്ചു കാരാഗ്രഹത്തിലാക്കി കൈകളിലും കാലുകളിലും ചങ്ങല കൊണ്ട് ബന്ധിച്ച് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് കാരാഗ്രഹത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ദൂതൻ അവിടെ ഇറങ്ങിയതും പത്രോസ് കിടന്ന കാരാഗ്രഹത്തിൽ വെളിച്ചം പ്രകാശിച്ചു. ഈ വെളിച്ചം എന്തെന്ന് നോക്കുവാൻ പത്രോസ് തിരിയുമ്പോൾ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, അതായത് തൻ്റെ കൈയുടെ പുറകുഭാഗത്ത് മുതുകിൽ ഒരു വ്യക്തി തട്ടുകയാണ്. തട്ടിയിട്ട് പറയുന്നു, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അപ്പോൾ പത്രോസിനെ ഉണർത്തി എന്ന് കേൾക്കുമ്പോൾ കൈകളിലും കാലുകളിലും ചങ്ങല കിടക്കുമ്പോൾ താനിതാ കാരാഗ്രഹത്തിൽ ഉറങ്ങുകയാണ്. ആ സമയത്താണ് പെട്ടെന്നൊരു വെളിച്ചം തൻ്റെ മുന്നിൽ മിന്നിയപ്പോൾ ആ വെളിച്ചത്തെ എന്തെന്ന് നോക്കുവാൻ തനിക്കൊന്നും മനസ്സിലാകാതെ നോക്കുമ്പോൾ ഒരു ദൂതൻ തൻ്റെ വിലാപ്പുറത്ത് തട്ടി തന്നോട് പറയുന്നു, എഴുന്നേൽക്കുക, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് ഉണർത്തി. ആ ഉണർത്തുന്ന സമയത്ത് തന്നെ ദൂതൻ തോളിൽ തട്ടി എഴുന്നേൽക്കുക, വേഗം എഴുന്നേൽക്കുക എന്ന് പറയുന്ന നിമിഷത്തിൽ പത്രോസിന്റെ കരങ്ങളിലും കാലുകളിലും ഉണ്ടായിരുന്ന ചങ്ങല, ഇവിടെ എടുത്തു പറയുന്നു, ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. കയ്യെ ബന്ധിച്ചിരുന്ന ചങ്ങല വീണുപോയി. ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. ദൈവാത്മാവ് നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. ഏതൊക്കെ വിഷയത്തിലാണ് കർത്താവ് നമ്മെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത്, നീ കടത്തിൻ്റെ ഒരു ബാധ്യതകളാൽ മുങ്ങി നിന്റെ ജീവിതം ഒരു ജയിലറ പോലെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നീ നിരാശപ്പെട്ട് നിന്റെ ജീവിതത്തിൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും ഈ പത്രോസിന്റെ കയ്യിലുള്ള ചങ്ങലയെ നമുക്ക് ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തന്നെ ബന്ധിച്ച് ആ കാരാഗ്രഹത്തിൽ ഒതുക്കുവാൻ തന്നെ ആദ്യമായി ബന്ധിക്കുന്നത് കരങ്ങളിലെ ചങ്ങലയാണ്. ആ ചങ്ങല പൂട്ടി, കാലുകൾ ചങ്ങല പൂട്ടി തന്നെ ഇതാ അവരുടെ ഇഷ്ടപ്രകാരം ഒരു റൂമിൽ അടയ്ക്കുകയാണ്. കടബാധ്യത എന്ന ചങ്ങല കൊണ്ട് നിനക്ക് ചലിക്കാൻ കഴിയാതെ നിന്റെ ചിന്തകളെയും മനസ്സുകളെയും നിന്റെ കാലുകളെയും നിന്റെ കരങ്ങളെയും ബന്ധിച്ചു വെച്ച ചങ്ങലകൾ നിന്റെ കരങ്ങളിൽ നിന്നും കാലുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും പരിശുദ്ധാത്മാവെന്ന പ്രകാശം, ആത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ കൈകളെ ബന്ധിച്ച കടബാധ്യതയുടെ ചങ്ങല, കാലുകളെ ബന്ധിച്ച കടബാധ്യതയുടെ ചങ്ങല, നിന്റെ മനപ്രയാസങ്ങളാൽ ഭാരങ്ങളാൽ ബന്ധിച്ച മനസ്സിനെ ചിന്താമണ്ഡലത്തെ ബന്ധിച്ച ചങ്ങലകൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല. വെളിച്ചമെന്ന പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഏത് ചങ്ങലയായിരുന്നാലും അത് പൊട്ടിമാറി കർത്താവ് നിന്നെ തൊടുമ്പോൾ ആ നിമിഷം തന്നെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല നിന്നിൽ നിന്ന് പൊട്ടിമാറും. പൊട്ടിമാറിക്കഴിയുമ്പോൾ നീ യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങളുടെ ചങ്ങലയാണ് ധരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബാധ്യതയുടെ ചങ്ങലകൾ, രോഗത്തിൻ്റെ ചങ്ങലയിലാണോ നിന്നെ പിശാച് ബന്ധിച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചതുപോലെ നിരന്തരമായി വിട്ടുമാറാത്ത രോഗത്തിൻ്റെ ചങ്ങലയാണോ നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറയും വേട്ടയാടുന്നത്? ആ ചങ്ങലകൾ പൊട്ടിമാറുവാൻ നിന്നിൽ ഉയരത്തുനിന്നും ദൈവീക പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് വന്നടിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ രോഗത്തിൻ്റെ വലയം ചെയ്തിരിക്കുന്ന ചങ്ങലകൾ നിന്നിൽ നിന്ന് പൊട്ടിമാറും. ആ നിമിഷത്തിൽ നീ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ സമാധാനക്കേട് കെടുത്തുന്ന ചങ്ങലകളാണോ, അസമാധാനം സൃഷ്ടിക്കുന്ന ചങ്ങലകളാൽ നീ നിന്റെ കുടുംബവും തലമുറയും ഭാരപ്പെടുന്നുവെങ്കിൽ, നിന്നിലൊരു ഉയരത്തുനിന്ന് പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് വന്നടിക്കുമ്പോൾ നീ ആ മേഖലയിൽ നിന്ന് കെട്ടഴിഞ്ഞ് നീ സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തു വരും. നീ സ്വാതന്ത്ര്യം പ്രാപിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതൻ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയും, നിന്നിൽ നിന്ന് കെട്ട് പൊട്ടിമാറി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ശബ്ദം, നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ ഇനിയും കിടക്കാതെ നീ ആ പ്രശ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ദൂതൻ പത്രോസിനോട് വിലാപ്പുറത്ത് തട്ടിയിട്ട് പറയുന്നു, വേഗം എഴുന്നേൽക്കുക. സ്തോത്രം. വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞവരെ ഉണർത്തുകയാണ്. എന്നെ കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. നിന്റെ വിഷയത്തെ പരിശുദ്ധാത്മാവ് തൊട്ട് ഉണർത്തിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ പ്രശ്നത്തെ തൊട്ടപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിച്ചു. നീ ഇനി ആ പ്രശ്നത്തിൽ കിടക്കാതെ, ആ കാരാഗ്രഹത്തിൽ കിടക്കാതെ, നീ യേശുവിൻ്റെ നാമത്തിൽ നീ പുറത്തു വരിക. നീ എഴുന്നേറ്റ് പുറത്തു വരിക. യെശയ്യാവിൻ്റെ പുസ്തകം 60:1 ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതും, എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ച നിമിഷത്തിൽ പത്രോസിൻ്റെ കയ്യിലുള്ള ചങ്ങല പൊട്ടി. ദൂതൻ പറഞ്ഞു, നീ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തു വരിക. ഇന്ന് ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം തട്ടി എഴുന്നേൽപ്പിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ആ പ്രശ്നത്തെ എന്നേക്കുമായി നിന്നിൽ നിന്ന് അടച്ചു മാറ്റിയിട്ട് നിന്നെ പുതിയ വഴിയിലേക്ക് കൊണ്ടുവരും, നിന്നെ പുതിയ മേഖലയിലേക്ക് കൊണ്ടുവരും. പിന്നെ നിന്നെ ആ പ്രശ്നത്തിൽ മുക്കിക്കളയുവാൻ ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഏത് ചങ്ങലകളാലും നീ ബന്ധിക്കപ്പെട്ടാലും നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി നീ സമർപ്പിക്കുക. ദൈവവചനം പഠിപ്പിക്കുന്നു, പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. പുറപ്പാടിൻ്റെ പുസ്തകം 16:7. നീ പ്രഭാതയാമങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തേജസ് കണ്ട് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിന്നെ ബന്ധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ ആകട്ടെ, പാപത്തിൻ്റെ ചങ്ങലയാകട്ടെ, കടത്തിൻ്റെ ചങ്ങലയാകട്ടെ, അസമാധാനത്തിൻ്റെ ചങ്ങലയാകട്ടെ, നിന്റെ ജീവിതത്തിൽ ഉയരത്തുനിന്നുള്ള തേജസ് വെളിപ്പെടുമ്പോൾ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ പൊട്ടി പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കും. അതുമാത്രമല്ല, ആ പ്രശ്നത്തിൽ നിന്നും എന്നേക്കും നിന്നെ വിടുവിക്കും. പിന്നീട് ആ വിഷയം, ആ പ്രശ്നം അവിടെ ഇല്ല. ഏത് ഇരുട്ടിൻ്റെ മേഖലയുടെ ചങ്ങലയാണോ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത്, യേശു നിങ്ങളെ തൊട്ടാൽ ആ ചങ്ങല നിങ്ങളിൽ നിന്ന് പൊട്ടിമാറും. പ്രശ്നങ്ങളുടെ കുരുക്കുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ കിടക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ കിടന്ന് നീ ഉരുളാതെ നീ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ സന്നിധി നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തുന്ന തേജസ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. സങ്കീർത്തനം 36:9 നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അപ്പൊ ജീവന്റെ ഉറവ് കർത്താവിൻ്റെ സന്നിധിയിലാണ്.
പ്രഭാതയാമങ്ങളിലും ഉച്ചയ്ക്കും രാത്രിയിലും നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ കിടന്ന് ഉരുളാതെ, നീ ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നെ വിടുവിക്കുവാൻ നീ ആയിരിക്കുന്നിടത്ത് ദൂതൻ ഇറങ്ങി വരും. നീ കിടക്കുന്ന ഇടത്ത് കിടന്നുകൊണ്ട് ഉയരത്തിലെ യേശു അപ്പനെ നോക്കി, അപ്പാ എൻ്റെ പ്രശ്നങ്ങളെ നീക്കുന്ന, എൻ്റെ ഈ ജീവിതത്തെ നശിപ്പിക്കുന്ന ചങ്ങലകളെ പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആര് ഈ നിമിഷത്തിൽ ഈ ദൈവശബ്ദം കേട്ട് സമർപ്പിക്കുന്നുവോ, പരിശുദ്ധാത്മ പറയുന്നു, കടത്തിൻ്റെയും രോഗത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും നിരന്തരമായി നിങ്ങളെ പീഡിപ്പിക്കുന്ന ഏതോ ചങ്ങലകളാൽ ആരൊക്കെ ഭാരപ്പെടുന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനപ്രകാരം ഏൽപ്പിച്ചു കൊടുക്ക്. യെശയ്യാ 60:1 നീ എഴുന്നേറ്റ് പ്രകാശിക്ക്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റുവാ. യേശുവിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കും. യേശുവേന്ന് നീ വിളിച്ച് പ്രാർത്ഥിക്ക്. ഇരുണ്ട മേഖലകളെ മാറി ക്രിസ്തുവെന്ന പ്രകാശം നിന്റെ ഭവനത്തിൽ, ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ നീ ഈ ദിവസങ്ങൾ അനുഭവിക്കുന്ന സകല ഇരുട്ടിൻ്റെ ചങ്ങലകളും പൊട്ടിമാറി യേശുവിൻ്റെ നാമത്തിൽ നീ പ്രശ്നത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തു വരാൻ പോവുകയാണ്. അങ്ങനെ സമർപ്പിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. അതായത് കിടക്കുന്ന പ്രശ്നത്തിൽ തന്നെ നമ്മളെ ഇട്ടിരിക്കുന്ന ദൈവമല്ല. കിടക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന്, വെളിച്ചം വന്ന ക്രിസ്തു ഇറങ്ങി വന്ന് നിന്റെ തോളിൽ തട്ടി നിന്റെ ജീവിതത്തെ തൊട്ട് പറയുന്നു, മകനെ മകളെ നീ ഭാരപ്പെടേണ്ട, ഈ പ്രശ്നം നിന്നെ തകർക്കുകയില്ല. ക്രിസ്തു എന്ന വെളിച്ചം ഇറങ്ങി വന്നിട്ട് നിന്നോട് പറയും, പരിശുദ്ധാത്മ പറയും, ഈ പ്രശ്നം നിന്നെ മുക്കിക്കളയത്തില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വലങ്കരങ്ങൾ പിടിച്ചിരിക്കുന്നു. നീ എഴുന്നേറ്റുവാ, നീ ഈ പ്രശ്നത്തിൽ എഴുന്നേറ്റുവാ. ഈ പ്രശ്നം നിന്നെ മുക്കിക്കളയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നത്തെ നീ മുക്കി നീ ജയിച്ച വ്യക്തിയായി പുറത്തു വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രശ്നം എന്ന ചങ്ങല നിന്നെ മുക്കിക്കളയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തട്ടി ഉണർത്തുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക്. നീ എഴുന്നേറ്റ് ക്രിസ്തുവിൽ പ്രകാശിക്ക്. നീ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ജയത്തിലേക്ക് കൊണ്ടുവരും, വിടുതലിലേക്ക് കൊണ്ടുവരും. പരിശുദ്ധ കർത്താവെ, നിമിഷത്തിനായി നന്ദി. ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. പല രോഗങ്ങളിലും പ്രയാസങ്ങളുടെ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ മേൽ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, പൊട്ടിമാറട്ടെ. ദൈവിക പ്രകാശം ഇവരിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ദൈവിക നന്മ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.